Good afternoon, all. Good afternoon, Good ma'am. afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ എക്സാം അല്ലേ ലാസ്റ്റ് ഇട്ടത് അല്ലേ? അവിടം വരെ അല്ലേ നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് കഴിഞ്ഞ ക്ലാസ്? ഓ മാഡം. ഓക്കെ, ദെൻ നമ്മള് ചാപ്റ്റർ കണ്ടിന്യൂ ചെയ്യണേണ് കേട്ടോ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് എന്താണ് ഒരു കസ്റ്റമർ എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ഓഫീസിന്റെ പ്രിൻസിപ്പൽ ഫങ്ഷൻസ്, ദെൻ നമ്മളൊരു കസ്റ്റമർ, ആ ഒരു കസ്റ്റമർ എന്നുള്ള ടേം എവിടെ നിന്ന് വന്നു അല്ലെങ്കിൽ അതിന്റെ മീനിങ് എന്താണെന്നൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിരുന്നത് അല്ലെ? ഓർമ്മയില്ലേ ഇതെല്ലാം? റിപ്പീറ്റ് ചെയ്യണ്ടാലോ? Individual or household purchase, goods and services. ദെൻ നമ്മൾ പറഞ്ഞു ഹിസ്റ്റോറിക്കലി എവിടെ നിന്നാണ് കൺസ്യൂമർ എന്നുള്ള ഒരു ടേം ഡിറൈവ് ചെയ്തിരിക്കുന്നത്? കൺസ്യൂമർ, കസ്റ്റം മീനിങ് ഹാബിറ്റ്. ഓർമ്മയുണ്ട് അല്ലെ? അതൊക്കെ എക്സാമിന് ചോദിക്കാറുള്ള പോയിന്റ്സുകളാണ് കേട്ടോ, അതൊക്കെ ഇമ്പോർട്ടൻസ് ആണ്. ദെൻ നമ്മൾ നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത് കസ്റ്റമർ സർവീസ്. എന്താണ് കസ്റ്റമർ സർവീസ് എന്നാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. നോക്കാം. Customer service. Customer service, also known as client service, is the provision of service to customers before, during and after a purchase. കസ്റ്റമർ സർവീസ് അല്ലെങ്കിൽ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത് ക്ലയന്റ് സർവീസ് എന്നാണ്. ഇവിടെ കസ്റ്റമറും ക്ലയന്റ് ഒക്കെ ആരാണ്? നമ്മളെ സംബന്ധിച്ച്, ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ആരാണ് കസ്റ്റമറും ക്ലയന്റ് എന്ന് പറയുന്നത്? പേഷ്യന്റ് ആണ് നമ്മുടെ കസ്റ്റമറും ക്ലയന്റും എല്ലാം പേഷ്യന്റിനെയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ദെൻ നോക്കാം. അപ്പോ കസ്റ്റമർ സർവീസ് അല്ലെങ്കിൽ ക്ലയന്റ് സർവീസ് എന്ന് അറിയപ്പെടുന്നു. ഈസ് ദ പ്രൊവിഷൻ ഓഫ് സർവീസ് ടു കസ്റ്റമേഴ്സ് ബിഫോർ ആൻഡ് ഡ്യൂറിംഗ് ആഫ്റ്റർ പർച്ചേസ്. ഇവിടെ കസ്റ്റമർ എന്ന് പറയുന്നത് ഉപഭോക്താക്കള് വാങ്ങുന്നതിന് മുൻപും ശേഷവും നൽകുന്ന ഒരു സേവനമാണ് ഒരു കസ്റ്റമർ സർവീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളൊരു കടയിൽ പോയി സാധനങ്ങള് വാങ്ങിക്കുകയും വാങ്ങുന്നതിന് മുൻപും വാങ്ങുന്നതിന് ശേഷമുള്ള ആ ഒരു സേവനമില്ല അവർ നൽകുന്ന ആ ഒരു സേവനമാണ് കസ്റ്റമർ സർവീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നോക്കാം. അക്കോർഡിംഗ് ടു ടർബൻ, അവിടെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് കേട്ടോ, നിങ്ങളൊന്ന് തിരുത്തണേ. ടർബൻ ആക്ട് ആണ് കേട്ടോ. ഈ എന്നൊക്കെ ഇട്ടിട്ടില്ലേ, അതൊരു ഗ്രാമറ്റിക്കലി മിസ്റ്റേക്കിൽ വന്നതാണ്. ടർബൻ ആക്ട് ആണ് കേട്ടോ, ആക്ട് എന്നാക്കണേ. മനസ്സിലായോ? ഇവിടെ ടർബൻ ആക്ട് കേട്ടോ. ACT Act at 2002. Okay. Turban Act 2002. Customer service is a series of activities designed to improve the level of customer satisfaction. That is the feeling that a product or service has met the customer expectation. അപ്പോ ടർബൻ ആക്ട് എന്ന് ഉദ്ദേശിക്കുന്നത് കസ്റ്റമറിന്റെ ഓരോ കസ്റ്റമറിന് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടുകളില്ലേ, ഇപ്പോ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, അതുപോലെയുള്ള കുറെ ആക്ടുകളൊക്കെ ഉണ്ട്. അതുപോലെ കൺസ്യൂമർ ആയിട്ട് അല്ലെങ്കിൽ കസ്റ്റമർ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആക്ടുകളാണ് ഈ ടർബൻ ആക്ട് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇപ്പൊ ടർബൻ ആക്ട് 2002 ഉണ്ട്, 2008 ഉണ്ട്. അപ്പൊ നിങ്ങള് എന്ത് ചെയ്യാ, ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം കേട്ടോ, ടർബൻ ആക്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കുറെ ആക്ടുകൾ അതുമായിട്ടും കസ്റ്റമർ ആയിട്ട് വരുന്നതാണ് ഈ ടർബൻ ആക്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണേ, ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഫ്രീ ആയിരിക്കുമ്പോ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം കേട്ടോ. അതെ, ഇവിടെ നമ്മളോട് പറയുന്നത് 2002 2002 ടർബൻ ആക്ടിൽ എന്താണ് പറയുന്നതാണ് നോക്കുന്നത് കേട്ടോ. കസ്റ്റമർ സർവീസ് ഈസ് എ സീരീസ് ഓഫ് ആക്ടിവിറ്റീസ് ഡിസൈൻഡ് ടു ഇംപ്രൂവ് ദ ലെവൽ ഓഫ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ദാറ്റ് ഈസ് ദ ഫീലിംഗ് ദാറ്റ് എ product or service has met the customer expectation. എന്താണ് അവിടെ 2002 ആക്ടിൽ പറയുന്നത്? 2002 ആക്ട് അനുസരിച്ച് ഉപഭോക്തൃ സംതൃപ്തിയുടെ അല്ലെങ്കിൽ കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യണം. നല്ല രീതിയിൽ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി ലഭിക്കണം. അതിനുള്ള ഇംപ്രൂവ്മെന്റ്സ് ചെയ്യേണ്ട പരിപാടികളൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇതിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. Then that is feeling that a product or service has met the customer expectation. അതായത് എന്താണ് പറയുന്നത് ഇവിടെ? ഇപ്പോ കസ്റ്റമർ സർവീസ്, അതായത് ഒരു ഉൽപ്പന്നമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർവീസസോ സേവനങ്ങളോ
അല്ലെങ്കിൽ സേവനങ്ങളോ ഉപഭോക്തൃ പ്രതീക്ഷകൾ നിറവേറ്റുന്നു, എല്ലാം അവരുടെ ഒരു കസ്റ്റമറിനെ അപേക്ഷിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നിറവേറ്റുന്നു അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് ആണ്, ഞങ്ങൾക്ക് എല്ലാം ലഭിക്കുന്നു എന്നുള്ളൊരു ഫീലും കൂടി ഉണ്ടാക്കണം. അതിനു വേണ്ടിയിട്ടാണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ്മെന്റ്സ് ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഈ ഒരു ആക്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് ടർബൻ ആക്ട് 2002 പറയുന്നത്. ഇത്രമാത്രം കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷന് കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുവരിക. അതോടൊപ്പം തന്നെ കസ്റ്റമറിന് അവർക്ക് നല്ല രീതിയിലുള്ള സർവീസസും പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തുന്നതെന്ന് അവർക്ക് തന്നെ സ്വയം ഫീൽ ചെയ്യണം. ഫീൽ ചെയ്യണമെങ്കിൽ എന്ത് വേണം? സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യാനുള്ള പരിപാടികളൊക്കെ ചെയ്യണം, അല്ലെ? അപ്പൊ അതാണ് ആ ഒരു ടർബൻ ആക്ട് 2002 പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. കസ്റ്റമർ സർവീസസ് ക്യാൻ ബി ഗിവൻ ബൈ സെയിൽസ്മാൻ ഓർ ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ്സ്. നമുക്കറിയാം, ഒരു കസ്റ്റമർ സർവീസ് തരുന്നത് ഒരു വ്യക്തി എന്ന നിലയിൽ സെയിൽസ്മാൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലാണെങ്കിൽ ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ്സ് ഉണ്ടാവും. നമ്മളൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിങ്ങൾ ചെന്നു, അല്ലെ? അവിടെ ഒരു സെയിൽസ്മാനോ അല്ലെങ്കിൽ സെയിൽസ് ഗേൾ ഉണ്ടാവില്ലേ? അവരെല്ലാം നമ്മളോട് എന്താണ് വേണ്ടത്? അപ്പൊ കിഡ്സിന്റെ ആണെങ്കിൽ അല്ലെങ്കിൽ മെൻസിന്റെ ആണെങ്കിൽ ഓക്കെ നമ്മൾ സെക്കൻഡ് ഫ്ലോറിലോട്ട് പോയിക്കോളൂ കേട്ടോ. അവിടെ ചെല്ലുമ്പോൾ എന്താണ്, അവിടെ വേറെ സെയിൽസ്മാനോ അല്ലെങ്കിൽ സെയിൽസ് ഗേളുകൾ ഉണ്ടാവും. അവരെല്ലാം നമ്മളോട് ഇങ്ങനെ ഓരോ പ്രൊഡക്റ്റുകളും പരിചയപ്പെടുത്തിക്കൊണ്ട് ഇത് നല്ല പ്രൊഡക്റ്റ് ആണ്, അതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മളോട് പറയുന്നത്, അല്ലെ? അപ്പൊ അതൊരു കസ്റ്റമർ സർവീസിന് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആരാ? സെയിൽസ്മാൻ ഓർ സെയിൽസ് ഗേൾ. ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലുകളിലും ഇതുപോലെ ഒരു ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ്സ് ഉണ്ടാവും. അവരും നമുക്ക് പേഷ്യൻസിന് വേണ്ടി ഒത്തിരി സേവനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സേവനം മീൻസ് ഇതുപോലെ എല്ലാ കാര്യങ്ങളിലും ഇപ്പൊ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇപ്പൊ ഒരു ലാബിൽ പോകണം, അപ്പൊ ഓക്കെ ലാബ് ടെസ്റ്റിന് ഒരു എന്തെങ്കിലും ഡോക്ടർ എഴുതി കൊടുത്തു, ഓക്കെ അവരെ നമ്മൾ എന്തെങ്കിലും ലാബിൽ കാണിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ഇത് ഇവിടെയാണ്, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ എന്താണ് നമ്മൾ അവർക്ക് വേണ്ട പേഷ്യൻസിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അവർക്ക് ഒരു നല്ല രീതിയിൽ ഒരു സപ്പോർട്ടീവ് ആയിട്ട് അവർക്കൊരു സർവീസസ് കൊടുക്കും. ഇപ്പൊ രണ്ട് എക്സാമ്പിൾ പോലെ പറഞ്ഞെന്നുള്ളൂ, സെയിൽസ്മാൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ്സ് ആണ് ഈ കസ്റ്റമർ സർവീസിന് രണ്ട് ഉദാഹരണം എന്ന് പറയുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ് നോക്കാം. ഓൾസോ ത്രൂ ഓട്ടോമേറ്റഡ് ഇന്റർനെറ്റ് സർവീസസ്. ദെൻ ഇപ്പൊ നമുക്ക് ഈ സെയിൽസ്മാനിനും അല്ലെങ്കിൽ ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ്സിന് പകരം ഇപ്പൊ ഇന്റർനെറ്റ് സർവീസസ് ആണല്ലോ കൂടുതലും, അല്ലെ? എല്ലാ ഹോസ്പിറ്റലുകളിലും എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് അല്ല, എല്ലാ കാര്യങ്ങളും ടെസ്റ്റ് റിപ്പോർട്ടുകളായാലും ലാബ് റിപ്പോർട്ടുകളും എല്ലാം ഇപ്പൊ കമ്പ്യൂട്ടറൈസ്ഡ് അല്ലേ? ഇപ്പൊ നമ്മള് ലാബിൽ പോയി ഇപ്പൊ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, നമ്മൾ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെ? ഇപ്പൊ എല്ലാം എന്ത് ചെയ്യും? നമ്മൾ ഡോക്ടറിന്റെ റൂമിൽ എത്തുമ്പോഴേക്കും എന്താണ് ഡോക്ടറിന്റെ റൂമിലെ കമ്പ്യൂട്ടറിലോട്ട് ആ സിസ്റ്റത്തിലോട്ട് നമ്മളുടെ റിസൾട്ട് വന്നിട്ടുണ്ടാകും, അല്ലെ? അങ്ങനെയല്ലേ? മാഡം ഇപ്പൊ നമ്മളിപ്പോ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയാൽ അതിന്റെ റിസൾട്ട് അവർ നമ്മളെ പേപ്പർ ആക്കി നമ്മളെ കയ്യിൽ തരാണ് പതിവ് വേണം. പിന്നെ ഈ മരുന്നിനാണെങ്കിൽ ശരി അവർ ആ കമ്പ്യൂട്ടറിൽ നിന്ന് അവർ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് അയക്കും മരുന്ന് എഴുതാനാണെങ്കിൽ. മാഡം പറഞ്ഞതുപോലെ നമ്മുടെ കയ്യിൽ ലാബിന്റെ ടെസ്റ്റുകൾ റിപ്പോർട്ടുകൾ തരാറുണ്ട്, അല്ലെ? അതോടൊപ്പം തന്നെ ഡോക്ടറിന്റെ റൂമിൽ നമ്മൾ ഏത് ഡോക്ടറെയാണോ കണ്ടത് ആ ഡോക്ടറിന്റെ റൂമിൽ ഇപ്പൊ സിസ്റ്റം ഉണ്ട്. ഓൾറെഡി എല്ലാ ഹോസ്പിറ്റലിലും എല്ലാം സിസ്റ്റം ബേസ്ഡ് ആണല്ലോ ഇപ്പൊ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള റിപ്പോർട്ടുകളും ലാബ് ടെസ്റ്റുകളും അവര് ഓൾറെഡി ഈ ലാബിൽ നിന്നും ഈ ഡോക്ടറിന്റെ റൂമിലുള്ള സിസ്റ്റത്തിലേക്കും അയക്കുന്നുണ്ട്. അപ്പോ നമുക്ക് ഡോക്ടറിന് ചിലപ്പോ ഈ ഒരു നമ്മുടെ കയ്യിൽ ഈ പറഞ്ഞ പോലെ ഒരു റിസൾട്ടിന്റെ കോപ്പി നമുക്ക് തരും. ദെൻ അതോടൊപ്പം അവർ അവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് റിസൾട്ട് അവരുടെ സിസ്റ്റത്തിൽ അയക്കും. സിസ്റ്റത്തിൽ നോക്കി പറയാറില്ലേ ഡോക്ടേഴ്സ് റിസൾട്ടും കാര്യങ്ങളൊക്കെ? ഇപ്പോ നമുക്ക് മാഡം അങ്ങനെ കണ്ടിട്ടില്ല. മരുന്ന് അതായത് മരുന്ന് അയക്കണമെന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ. അവർ പ്രിന്റ് ഔട്ട് എടുത്ത് അതിൽ നോക്കി അങ്ങനെ മരുന്ന് എടുക്കണം മാത്രമേ കണ്ടിട്ടുള്ളൂ ഡയറക്റ്റ് ആയിട്ട്. ഹോസ്പിറ്റലിൽ അവൈലബിൾ അല്ല എങ്കിൽ പോലും പല ഹോസ്പിറ്റലിൽ ഇപ്പൊ കമ്പ്യൂട്ടറൈസ്ഡ് ആണ് ഓൾറെഡി. ഓൾമോസ്റ്റ് മിക്ക ഹോസ്പിറ്റലുകളിലും ഇതുപോലുള്ള ഹോസ്പിറ്റലിലും ഇല്ലെങ്കിലും ചില ഹോസ്പിറ്റലിലുണ്ട്. ഞാൻ പോയ ഹോസ്പിറ്റലിൽ അതെ, ചില ഹോസ്പിറ്റലുകളിൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞത് എല്ലാ ഹോസ്പിറ്റലിലും അതിനുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. സോ ഇങ്ങനെയുള്ള കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളിൽ മിക്കപ്പോഴും ഇങ്ങനെതാണ് മരുന്നിന്റെ കാര്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ടെസ്റ്റുകളുടെ റിസൾട്ടും റിപ്പോർട്ടുകളും എല്ലാം ഇങ്ങനെ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് വഴിയാണ് ചെയ്യുന്നത് കേട്ടോ. കണ്ടിന്യൂ ചെയ്തോട്ടെ. ഓക്കെ, നിങ്ങൾ ഇനി വല്ല ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കുറച്ച് നമ്മുടെ ക്ലാസ് ഒന്ന് കഴിഞ്ഞിട്ട് പറയണേ, അല്ലെങ്കിൽ ഇപ്പൊ ഞാനും നിങ്ങളോട് പറഞ്ഞു വരുന്ന ആ ഒരു ഫ്ലോ അവിടെ വിട്ടു പോകും ചിലപ്പോ. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. The medical receptionist is often the first person with whom patient has with the medical facility. Important ആണ് കേട്ടോ, കയ്യിൽ കോപ്പി ഉള്ളവർ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം, ഒന്ന് അണ്ടർലൈൻ ചെയ്യണേ. The medical receptionist is often the first person with whom patient has
with the medical facility. നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ ആദ്യം നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ആദ്യം പോകുന്നത്? റിസപ്ഷനിലോട്ടാണ്. ഓടിക്കേറി ഡോക്ടറിനെ കാണാനായിട്ട് ചെല്ലാറുണ്ടോ നമ്മള്? നമ്പർ ഒന്നും എടുക്കാണ്ട്, ചീട്ടൊന്നും എടുക്കാണ്ട്, അല്ലെങ്കിൽ വേഗം തന്നെ ഓടിപ്പോയിട്ട് ഡോക്ടറിന്റെ മുറി പോയിട്ട് ഡോക്ടറിന്റെ മുറി കയറാറുണ്ട് ആരെങ്കിലും? അങ്ങനെയാണോ? ഇല്ല അല്ലെ? നമ്മള് റിസപ്ഷനിൽ പോയിട്ട് നമ്മൾക്ക് ഓൾറെഡി അവിടെ ചീട്ട് ഉണ്ടെങ്കിൽ അതിന്റെ അപ്പോയിന്റ്മെന്റ്സും കാര്യങ്ങളും അല്ലെങ്കിൽ ടോക്കൺ നമ്പർ ഒക്കെ എത്രയാണ്, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യൂ എന്നൊക്കെ നമ്മളോട് പറയാറുണ്ട്. അപ്പോ ഒരു മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത് ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച് ആ ഒരു മെഡിക്കൽ ഫെസിലിറ്റിയിലുള്ള ഒരു ഫസ്റ്റ് പേഴ്സൺ ആണ് മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് അണ്ടർലൈൻ ചെയ്യാട്ടോ കോപ്പി ഉള്ളവര്. മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ഈസ് ദ ഫസ്റ്റ് പേഴ്സൺ വിത്ത് ഹൂം പേഷ്യന്റ് വിത്ത് മെഡിക്കൽ ഫെസിലിറ്റി. നോട്ട്ബുക്ക് ഉണ്ടോ എല്ലാവരുടെയും കയ്യില്? ഓക്കെ, നിങ്ങളൊന്ന് നോട്ട്ബുക്ക് എടുത്തോട്ടോ. നോട്ട്ബുക്കും പെന്നും എടുക്കുക. നമുക്കൊന്ന് എഴുതി വെക്കാം. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊക്കെ ഒന്ന് വളരെ ഷോർട്ടാക്കി തന്നെ ഒന്ന് എഴുതി വെക്കാം കേട്ടോ. എഴുതി വെക്കണേ. മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് എന്ന് എഴുതാം. ഒരു ചെറിയൊരു ഹൈഫൻ ഇട്ടിട്ട് പേഷ്യന്റ് വിത്ത് മെഡിക്കൽ ഫെസിലിറ്റി എന്ന് കൊടുക്കാം കേട്ടോ. മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ഒരു ഹൈഫൻ ഇടാം. പേഷ്യന്റ് വിത്ത് മെഡിക്കൽ ഫെസിലിറ്റി എന്ന് കൊടുക്കാം. അതായത് പേഷ്യന്റിന്റെ മെഡിക്കൽ ഫെസിലിറ്റിയിലെ ഫസ്റ്റ് പേഴ്സൺ ആണ് ആര്? മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് എന്ന് എഴുതാം ഫസ്റ്റ്. ദെൻ ഒരു ചെറിയൊരു ഹൈഫൻ ഇടാം. ഹൈഫൻ ഇട്ടിട്ട് എഴുതാം പേഷ്യന്റ് വിത്ത് മെഡിക്കൽ ഫെസിലിറ്റി. സോറി, ഫസ്റ്റ് പേഴ്സൺ എന്നും കൂടി ഒന്ന് കൊടുത്തേക്കണേ. ഇമ്പോർട്ടന്റ് അതാണല്ലോ. ഫസ്റ്റ് പേഴ്സൺ പേഷ്യന്റ് വിത്ത് മെഡിക്കൽ ഫെസിലിറ്റി. മൊത്തം ഒന്നും എഴുതണ്ട, നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കുമ്പോ ക്ലിക്ക് ആവണം, അത്രേ ഉള്ളൂ കേട്ടോ. അവനവന് എഴുതി വെച്ചേക്കണത് നോക്കുമ്പോ മനസ്സിലാവണം, അത്രേ ഉള്ളൂ. ഓക്കെ, പറഞ്ഞോട്ടെ. ഗിവിംഗ് പേഷ്യന്റ് ഇൻഡിവിജ്വൽ അറ്റൻഷൻ can go a long way in establishing their positive experience with the facility. Giving patient individual attention, അല്ലെ? പേഷ്യൻസിന് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള, സ്പെഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ഒരു വ്യക്തിഗത ശ്രദ്ധ നൽകുന്നതും അവരുടെ നല്ല അനുഭവം സ്ഥാപിക്കുന്നതിനൊക്കെ ഇത് കുറച്ചും കൂടി കസ്റ്റമർ സർവീസ് ഇംപ്രൂവ് ചെയ്യുന്നത്. അതായത് നല്ലൊരു സർവീസ് ഉണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ കിട്ടുന്നത്. നല്ലൊരു സർവീസ് കൊടുത്താൽ മാത്രമല്ലേ പേഷ്യൻസിന് ഇത് നല്ല ഹോസ്പിറ്റലാണ്, അവിടുത്തെ സർവീസ് ഒക്കെ നല്ലതാണ് എന്ന് പറയാൻ പറ്റുള്ളൂ. സോ നല്ല രീതിയിലുള്ള ഒരു ശ്രദ്ധ നൽകുന്നത് അവരുടെ അനുഭവം കൂടുതൽ നല്ല രീതിയിൽ സ്ഥാപിക്കുന്നതിനായിട്ട് അവർക്ക് സഹായിക്കും. അതാണ് കസ്റ്റമർ സർവീസ് കൊണ്ട് പറയുന്നത്. ഓക്കെ ആണോ? കസ്റ്റമർ സർവീസ് എളുപ്പമാണ്. ഓക്കെ, നെക്സ്റ്റിലോട്ട് പോണേ കേട്ടോ. എളുപ്പമാണ്, ഇനി വലിയ പാടൊന്നും ഇല്ല. പിന്നെ നമുക്ക് കൂടുതൽ എക്സാമ്പിൾ ഒന്നും നിങ്ങൾക്ക് എല്ലാ പോയിന്റ്സിലൊന്നും തരാൻ പറ്റില്ലല്ലോ. സോ എന്താണെന്നുള്ളതൊക്കെ ചില കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ആ ടേമുകളും കാര്യങ്ങളും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. വാട്ട് ഈസ് CRM? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇതിക്ക് മുന്നേ CRM? കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. ബിനോയ് നേരത്തെ കേട്ടിട്ടുണ്ടോ CRM? ഇല്ല മാഡം. ഓക്കെ, ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഓക്കെ, നമുക്ക് എന്താണ് CRM എന്നൊക്കെ പഠിക്കാം, നോക്കാം. CRM stand for Customer Relationship Management. CRM നോട്ട്ബുക്കിൽ ഒന്ന് എഴുതി വെക്കാട്ടോ. CRM Customer Relationship Management. നോട്ട്ബുക്കിൽ ഒന്ന് എഴുതാം. CRM ഹൈഫൻ ഇടാം. Customer Relationship Management. നോക്കാം. CRM stand for Customer Relationship Management. As the name indicates, CRM software is a system for managing relationship with customers. ഇനി എന്താണ് CRM എന്ന് നോക്കാം കേട്ടോ. വേറെ ഒന്നുമില്ല, നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കുക. CRM എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ആണ്, ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. അതിൽ എന്തൊക്കെയാണ്? പേഷ്യൻസിന്റെ, കസ്റ്റമർ മീൻസ് പേഷ്യൻസ് ആണ് നമുക്കറിയാലോ. അപ്പോ കസ്റ്റമറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള, ഒരു പേഷ്യന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കൂടി അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു സോഫ്റ്റ്വെയർ ആണ് CRM എന്ന് പറയുന്നത്. ഇനി നമ്മൾ ബാക്കി CRM നെ കുറിച്ച് പഠിക്കാൻ പോണേ കേട്ടോ.
ഇനി വാട്ട് ഈസ് ഹെൽത്ത് കെയർ CRM? ഹെൽത്ത് കെയർ CRM മീൻസ് നമ്മുടെ ഹോസ്പിറ്റലിലുള്ള ഒരു CRM എന്താണെന്നാണ് നോക്കുന്നത്. നോക്കാം. Healthcare customer relationship management can manage a complete database on patients that are recorded securely and cannot be accessed by third parties. അപ്പോ ഒരു ഹെൽത്ത് കെയർ റിലേഷൻഷിപ്പ്, ഒരു കസ്റ്റമർ CRM എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച് വരുന്ന കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റാബേസ് ഉൾക്കൊള്ളുന്നതാണ് ഒരു CRM സോഫ്റ്റ്വെയറിൽ ചെയ്യുന്നത്. ഇതൊരു സോഫ്റ്റ്വെയർ ആണ്. പിന്നെന്താണ്, ഒരു കസ്റ്റമറിനെ സംബന്ധിച്ച് വരുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഡാറ്റാബേസ്. അതിൽ ചിലപ്പോ കസ്റ്റമറിന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ, അഡ്രസ് അല്ലെങ്കിൽ സെക്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള മെയിലോ ഫീമെയിൽ ആണോ അല്ലെങ്കിൽ ഏജ്, അങ്ങനെയുള്ള പേഴ്സണൽ ഡീറ്റെയിൽസും ദെൻ അപ്പോയിന്റ്മെന്റ് ഡീറ്റെയിൽസ്, ഡോക്ടറിന്റെയോ അങ്ങനെയുള്ള അപ്പോയിന്റ്മെന്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കൂടി അടങ്ങുന്ന ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പേഷ്യൻസിനെ സംബന്ധിക്കുന്ന ഒരു ഡാറ്റാബേസ് ആണ് ഈ ഒരു CRM ഉൾക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു സോഫ്റ്റ്വെയർ സിസ്റ്റം ആണ്. നോക്കാം. ഡാറ്റ റെക്കോർഡഡ് സെക്യൂർലി, സെക്യൂർ ആയിട്ട് അത് റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഒരു ഡാറ്റാബേസ് ആണ്. ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച് വരുന്ന കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം സെക്യൂർ ആയിട്ട് തന്നെ അതിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ദെൻ cannot be accessed by third parties. Cannot be നമുക്കറിയാം അല്ലെ, അതായത് തേർഡ് പാർട്ടീസ് എന്നോട് ഉദ്ദേശിക്കുന്നത് ഇൻഷുറൻസ് കമ്പനികൾ അങ്ങനത്തേക്കുള്ള ഒരു സംഭവങ്ങളൊക്കെ ഇല്ലേ, അവർക്കൊന്നും ഈ പറഞ്ഞ പോലെ ഒരു ആക്സസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത് ഹോസ്പിറ്റലിന് മാത്രം, അവർക്ക് വേണ്ടി മാത്രം അത് എന്താ പറയാ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. വേറൊരു പാർട്ടിക്കും അല്ലെങ്കിൽ വേറൊരു സെക്ഷനിൽ വേറൊരു ഇതിലേക്കും ആ ഒരു നമ്മളുടെ ഡാറ്റാബേസ് ഒന്നും പുറത്തേക്ക് പോകില്ല. അത്രയും സെക്യൂർഡ് ആയിട്ട് ഇരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ. നോക്കാം. The CRM medical software can easily provide the information required to patients through text, phone calls or email from anywhere at any time. നമ്മൾ പറഞ്ഞു ഇതൊരു സോഫ്റ്റ്വെയർ ആണ്. സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈസിലി ആയിട്ട് നമുക്ക് ഇൻഫോർമേഷൻസും അല്ലെങ്കിൽ ആവശ്യമായ സാധനങ്ങളൊക്കെ പേഷ്യൻസിന് അല്ലെങ്കിൽ ഫോൺ കോൾസിലൂടെയോ അല്ലെങ്കിൽ ഇമെയിൽസിലൂടെയോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജസിലൂടെയോ നമുക്ക് ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈസിലി ആയിട്ട് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും അല്ലെ. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ നിങ്ങളോട് പറഞ്ഞായിരുന്നു. ഇപ്പോ നമ്മൾ പറഞ്ഞു, ഇപ്പൊ ഒരു ലാബ് ടെസ്റ്റിന്റെ റിപ്പോർട്ട് ആയിക്കോട്ടെ നമ്മൾക്ക് ആ ഒരു സിസ്റ്റത്തിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല, ഓൾമോസ്റ്റ് ഒരുവിധ ഹോസ്പിറ്റലിലൊക്കെ ഉണ്ട്. നമ്മൾ ഡോക്ടറെ കണ്ടു, ഡോക്ടർ നമുക്ക് മെഡിസിൻ എഴുതി അല്ലെ. മുമ്പൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ ചാർട്ട് വാങ്ങിച്ചിട്ട് ആ ഒരു നഴ്സ് ഈ ഫാർമസിയിലോട്ട് ആ ചാർട്ട് കൊണ്ട് വരികയാണ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയാണോ? ഇപ്പൊ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടില്ലേ? വന്നിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ട്. ഫെമി പറഞ്ഞോന്ന്, എങ്ങനെയാണ് ഇപ്പൊ വ്യത്യാസം വന്നേക്കണം? നമ്മൾ മെഡിസിൻ വാങ്ങിക്കാനായിട്ട് എങ്ങനെയാണ് ഇപ്പൊ നമ്മൾ ചെല്ലുമ്പോ എന്താണ് അവിടെ ചെയ്യുന്നത്? ഒരാളൊന്ന് ക്ലിയർ ആയിട്ട് പറയൂ. നമ്മള് MRD നമ്പർ മാത്രം കൊടുത്താൽ മതി. നമ്മളിപ്പം ഫാർമസി ചെല്ലുവാണെങ്കിലും അല്ലെങ്കിൽ ലാബിൽ ചെല്ലുവാണെങ്കിൽ നമ്മുടെ MRD നമ്പർ കൊടുക്കുവാണെങ്കിൽ ലാബിലെ റിപ്പോർട്ട് വേണമെങ്കിൽ നമ്മൾ MRD നമ്പർ കൊടുത്താൽ അവർ നമുക്ക് പ്രിന്റ് ഔട്ട് തരും. അല്ലെങ്കിൽ നമ്മൾ നേരെ കൺസൾട്ടേഷൻസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പം നമ്മുടെ എക്സ്റേ റിപ്പോർട്ടോ അൾട്രാസൗണ്ടോ CTയോ MRI എല്ലാം ഡോക്ടറിന്റെ സ്ക്രീനിൽ തന്നെ അവർക്ക് അവിടെ കിട്ടും. നമ്മൾ ഇത് ചെയ്യുന്ന ആ സമയത്ത് തന്നെ കിട്ടും. അതേപോലെ തന്നെയാണ് ഫാർമസിയിലും നമ്മൾ നേരിട്ട് ചെന്ന് MRD നമ്പർ പറഞ്ഞു കൊടുക്കുമ്പം പ്രിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ അവർ നമുക്ക് പ്രിന്റ് ഔട്ട് തരും, അല്ലെങ്കിൽ നമുക്ക് അവിടുന്ന് തന്നെ മരുന്ന് തരും. എന്നിട്ട് ബാക്കി അവിടെ ഇല്ലാത്ത മരുന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ നമ്മുടെ ആ പ്രിസ്ക്രിപ്ഷനിൽ മാർക്ക് ചെയ്തിട്ട് പ്രിന്റ് ഔട്ട് നമുക്ക് തരുന്നതായിരിക്കും. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. നമ്മള് മുമ്പ് ഒരു ചാർട്ട് നമ്മളൊന്നും ചെയ്യണ്ട, നമ്മള് ഫാർമസിയുടെ ഇപ്പൊ ഒന്നും ചെയ്യണ്ട. അതെ, ചാർട്ട് എടുക്കുന്ന പരിപാടി പോലും ഇപ്പൊ ഇല്ല. മേഡം എന്തുകൊണ്ടാണ് മേഡം ഇങ്ങനെ ഈ ഇതിൽ എഴുതി പറഞ്ഞത്? അവർ പ്രിന്റ് ഔട്ട് എടുത്ത് അങ്ങനെ പണ്ടൊക്കെ ഡോക്ടർ മരുന്ന് അതിൽ എഴുതി വിടാനല്ലേ, ചിലത് എഴുതി വിടും, ചിലത് അവിടെ മുഴുവൻ കമ്പ്യൂട്ടറൈസ്ഡ് ടെക്നോളജി ആയി. അപ്പം എല്ലാം ഒരു ഈ CRM എന്ന് പറഞ്ഞ ഒറ്റ സോഫ്റ്റ്വെയറിലാണ് ഇത് മുഴുവൻ ഇപ്പം ആക്ട് ചെയ്യുന്നത്. അതാണ് പറഞ്ഞു വന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ സ്വന്തം എക്സ്പീരിയൻസിൽ നമുക്ക് ഒരാൾ പറഞ്ഞു തരുമ്പോ, ഒരാൾക്കല്ല എല്ലാവർക്കും ഇത് അറിയാവുന്ന കാര്യമാണ് അല്ലെ. അപ്പോ ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഇപ്പൊ മെഡിസിൻ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ
ഓൾറെഡി അവിടെ ഫാർമസിയിൽ അവരുടെ കമ്പ്യൂട്ടറിൽ വന്നിട്ടുണ്ട്, ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനും എന്തൊക്കെ മരുന്നുകൾ എഴുതി ഡീറ്റെയിൽസ് കാര്യങ്ങൾ എല്ലാം അവർക്ക് എത്തിക്കഴിഞ്ഞു. അതാ പറഞ്ഞത് മെയിലിലൂടെ അവർ മെയിൽ ചെയ്തിട്ടുണ്ടാവും അല്ലെ. സോ ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഈ ഒരു CRM സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയോ എന്താണ് CRM എന്ന്? നമ്മൾ കോമൺ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇങ്ങനെയുള്ള CRM ആണോ അല്ലെങ്കിൽ ഇങ്ങനെ ടേം ഉണ്ടോ എന്ന് മാത്രം എന്താണ് നിങ്ങൾക്ക് അറിയാമായിരുന്നു ഇത്രയും നാള്, ഇതാണ് ഇതിന്റെ ടേം എന്ന് CRM എന്നുള്ളത്. നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോ കമ്പ്യൂട്ടറിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവർ അയക്കുന്നുണ്ട്, നമ്മൾക്ക് വലിയ ബുദ്ധിമുട്ടില്ല, നമുക്ക് പെട്ടെന്ന് നിന്ന് മരുന്ന് വാങ്ങിച്ചു പോരാ, അല്ലാണ്ട് ചീട്ട് വാങ്ങിക്കോ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമുക്കില്ല അല്ലെ. പക്ഷെ ഇങ്ങനെയുള്ളൊരു CRM എന്നുള്ളൊരു സിസ്റ്റം ഒക്കെ ഉണ്ടെന്ന് നിങ്ങളിപ്പോ ഒരു കോഴ്സ് ചെയ്തപ്പോഴല്ലേ നിങ്ങൾക്ക് അറിയുന്നത്, ആണോ? അതെ അല്ലെ. അപ്പൊ നമ്മൾ അതാണ് നമ്മൾക്ക് ഡേ ടു ഡേ കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും കത്തിയില്ലേ ഒന്ന്? ഓക്കെ ആയില്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ഈ സോഫ്റ്റ്വെയർ ഇങ്ങനെയുള്ള ഒരു CRM-ലാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഫോൺ കോൾസുകളോ അല്ലെങ്കിൽ ഇമെയിൽസോ എനിവർ എവിടെ വെച്ചായാലും ഏത് ടൈമിലായാലും നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. Then furthermore, this information can also be used by hospital to keep them informed in personalized care as a type of marketing measure. ഇങ്ങനെയുള്ള രീതിയിൽ അതായത് നമുക്ക് ഒരു എന്താണ് ഒരുതരം മാർക്കറ്റിംഗ് നടപടി. ഇവിടെ മാർക്കറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്ന വേറെ സാധനങ്ങൾ വിൽക്കുന്നതൊന്നല്ല. മാർക്കറ്റിംഗ് എന്ന വെറുതെ ഒരു ടേം പോലെ അത് കൊടുത്തേക്കുന്നതാണ്. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഒരു പേഴ്സണലൈസ്ഡ് കെയർ പേഷ്യൻസിന് കിട്ടുകയാണ് ചെയ്യുന്നത് അല്ലെ. അതായത് ഒരു വ്യക്തിഗത പരിചരണത്തെ കുറിച്ച് അവരെ അറിയിക്കാനായിട്ട് ആശുപത്രികൾക്കും ഈ വിവരങ്ങളൊക്കെ ഉപയോഗിക്കാം. അത് വെച്ചിട്ട് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു ഡോക്ടറെ കണ്ടു. അപ്പൊ ഡോക്ടറിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഈ കമ്പ്യൂട്ടറൈസ്ഡ് ബേസിനകത്ത് ഉണ്ടാകും, ഡാറ്റാബേസിൽ. ദെൻ ഒരു 10 days കഴിഞ്ഞിട്ട് ചിലപ്പോൾ അപ്പോയിന്റ്മെന്റ്സ് ഒന്നും കൂടി വന്നം, അല്ലെങ്കിൽ ഇത്ര ദിവസത്തെ മെഡിസിൻ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു അപ്പോയിന്റ്മെന്റ് ഒരു ഡോക്ടർ ഓൾറെഡി എഴുതി കാണും അല്ലെ. അപ്പൊ ഇതെല്ലാം ഈ കമ്പ്യൂട്ടറൈസ്ഡ് ഈ CRM-ൽ ഉണ്ടാകും. അപ്പൊ അതനുസരിച്ച് വേണമെങ്കിൽ നഴ്സസ് നമ്മളെ ഇൻഫോം ചെയ്യും. 10 days കഴിഞ്ഞിട്ട് അപ്പോയിന്റ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് എടുക്കണോ, നിങ്ങൾ വരുന്നുണ്ടോ അല്ലെ, അങ്ങനെ അപ്പോയിന്റ്മെന്റ്സ് എടുക്കണോന്നൊക്കെ അവര് തന്നെ നമ്മളോട് വ്യക്തിഗതമായിട്ട് പേഴ്സണൽ ആയിട്ട് വിളിച്ച് ചോദിക്കും അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരു പേഴ്സണൽ അല്ലെങ്കിൽ ഒരു വ്യക്തിഗത അപ്പൊ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു കെയറും കൂടിയാണ് നമുക്ക് ഇങ്ങനെയുള്ള ഒരു സിസ്റ്റം വഴി കിട്ടുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു പേഴ്സണൽ കെയറും കൂടി അതാണ് ഈ മാർക്കറ്റിംഗ് മെഷർ എന്ന് ഉദ്ദേശിക്കുന്നത്. വേറെ നല്ലൊരു ടേം പോലെ, അതായത് മാർക്കറ്റിംഗ് മീൻസ് എന്ന് വെച്ചാൽ രോഗികൾ അങ്ങനെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, അവര് നമ്മളെ വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുപ്പിച്ച്, അപ്പൊ അതൊരു മാർക്കറ്റിംഗ് ഒരു രീതിയാണല്ലോ. അതാണ് ഈ മാർക്കറ്റിംഗ് മെഷർ എന്ന് പറയുന്നത് കേട്ടോ. ദെൻ നോക്കാം, CRM in healthcare not only stores patients' contact information, but it also gives a comprehensive overview of their medical history, appointments and prescription. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ CRM-ല് പേഷ്യൻസിന്റെ കോണ്ടാക്ട് ഇൻഫോർമേഷൻ അല്ലെങ്കിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് മാത്രമല്ല ഉൾപ്പെട്ടിരിക്കുന്നത്. മറ്റെന്തൊക്കെയാണ്? ഒരു കോംപ്രഹെൻസീവ് ഓവറോൾ ആയിട്ടുള്ള ഒരു മെഡിക്കൽ ഹിസ്റ്ററി. നമ്മൾ പറഞ്ഞില്ല ഇപ്പൊ ഫാർമസിയിലെ മരുന്നുകളും മെഡിസിൻസിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അപ്പോയിന്റ്മെന്റ്സ് ഡീറ്റെയിൽസ്, അതുപോലെ ഇനി എന്നത്തേക്കാണ് നെക്സ്റ്റ് അപ്പോയിന്റ്മെന്റ്, എത്ര ഡേയ്സ് കഴിഞ്ഞിട്ടാണ്, അങ്ങനെയുള്ള അപ്പോയിന്റ്മെന്റ്സിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാകും. ദെൻ പ്രിസ്ക്രിപ്ഷൻസ്, ഡോക്ടേഴ്സ് എഴുതി കാണില്ല ഓരോ മെഡിസിൻസും കാര്യങ്ങളും, ആ ഡോക്ടേഴ്സിന്റെ ഒരു പ്രിസ്ക്രിപ്ഷൻസും കാര്യങ്ങളൊക്കെ അതും കൂടി ഉൾപ്പെട്ടതാണ് ഈ ഒരു CRM-ൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ദെൻ ആസ് വെൽ ഇൻ ഷോർട്ട്, ചെറിയ രീതിയിൽ പറയുകയാണെങ്കിൽ എന്താണ് CRM എന്നാണ് നോക്കുന്നത് കേട്ടാ. The availability of medical CRM helps the healthcare industry to offer instant service. എന്താണ് ഇൻസ്റ്റന്റ് മീനിങ് എന്താണ്? ഇൻസ്റ്റന്റ് പെട്ടെന്ന് ഇൻസ്റ്റന്റ് കോഫി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ഫുഡും കാര്യങ്ങളൊക്കെ ഇല്ലേ. ഇപ്പോ പെട്ടെന്ന് തന്നെ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഇൻസ്റ്റന്റ് കുക്കിംഗ് സംഭവങ്ങളൊക്കെ ഇല്ലേ. അപ്പോ അങ്ങനെ പെട്ടെന്നുള്ളത് തൽക്ഷണം പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നത്, അതായത് എന്താ പറയാ, ചുരുക്കത്തില് CRM-ന്റെ ലഭ്യത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൽക്ഷണ സേവനങ്ങൾ, പെട്ടെന്നുള്ള സേവനങ്ങളാണ് അല്ലെ. പെട്ടെന്ന് എഴുതാൻ പിടിച്ച് സമയം ഒന്നും കളയുന്നില്ല. നമ്മളൊരു റിസപ്ഷനിൽ പോയിട്ട് നമ്മുടെ പേര്, ഡീറ്റെയിൽ, അഡ്രസ്സ്, ഇത് എത്ര പേര് നമ്മൾ റിസപ്ഷനിൽ ക്യൂ നിൽക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ ഇങ്ങനെയൊക്കെ പയ്യെ പേനയും കൊണ്ടൊക്കെ പയ്യെ ബുക്കിലൊക്കെ എഴുതി വരുമ്പോൾ എത്ര ടൈം എടുക്കും. സോ അതിൽ നിന്നൊക്കെ പെട്ടെന്ന് ലാഭമായിട്ട് അല്ലെ, പെട്ടെന്ന് തന്നെ ടൈം ലിമിറ്റിൽ വെച്ച് സിസ്റ്റത്തിൽ പടപടയത് അവർ ചെയ്യും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പെട്ടെന്നുള്ള ഒരു എന്താ പറയാ തൽക്ഷണമുള്ള ഒരു സേവനങ്ങളാണ്, പെട്ടെന്നുള്ള ഇൻസ്റ്റന്റ് ആയിട്ടുള്ള സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ സൊല്യൂഷൻസ്, എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടോ അതിനുള്ള സൊല്യൂഷൻസും അവർ പെട്ടെന്ന് ചെയ്യും. അവിടെ നിന്ന് അങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യും, ചിലപ്പോൾ ഇവിടുന്ന് മെയിൽ അയച്ച് അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളൊക്കെ ഇംപ്രൂവ് ഓൾ ദ പെർഫോമൻസ് ഓഫ് ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിനുള്ളിലെ എല്ലാ പ്രശ്നങ്ങളും, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ
ഇംപ്രൂവ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം എന്ത് ചെയ്യും, ഇംപ്രൂവ് ചെയ്യാനും ഇങ്ങനെയുള്ള ഒരു CRM നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഒരു ഓവറോൾ ഒരു ഐഡിയ കിട്ടിയോ? CRM എന്താണെന്നെങ്കിലും ചെറുതായിട്ടൊരു ഐഡിയ കിട്ടിയില്ല എല്ലാവർക്കും? കിട്ടിയോ? യെസ് മാം. സ്ക്രീൻ കാണുന്നുണ്ടോ എല്ലാവരും? യെസ് മാം. കാണുന്നുണ്ട്. നോക്കാം. വാട്ട് ആർ ദ ഹെൽത്ത് കെയർ CRM ഫീച്ചേഴ്സ്? എന്തൊക്കെയാണ് ഹെൽത്ത് കെയർ CRMന്റെ ഫീച്ചേഴ്സ് എന്നാണ് കേട്ടോ. നിങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രിന്റഡ് നോട്ടിലില്ല. ടീച്ചർ നിങ്ങൾക്ക് പെട്ടെന്ന് കുറച്ച് ഒന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് ആണെന്ന് തന്നിരിക്കുന്നത് കേട്ടോ. നോക്കാം. ഫസ്റ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് കേട്ടോ ഇമ്പോർട്ടൻറ്റ്. നിങ്ങളൊന്ന് നോട്ട്ബുക്ക് എടുക്കാമോ? നോട്ട്ബുക്ക് എടുക്കാം. എല്ലാവരും നോട്ട്ബുക്ക് എടുക്കണേ. Then heading കൊടുക്കാം. ഫീച്ചേഴ്സ് ഓഫ് CRM. ഫീച്ചേഴ്സ് ഓഫ് CRM എന്ന് ഹെഡിങ് കൊടുക്കാം കേട്ടോ. കൊടുത്തു മേഡം. കൊടുത്തില്ലേ? ഓ. ഫീച്ചേഴ്സ് ഓഫ് CRM. ദെൻ ഓരോ പോയിന്റ് ആയിട്ട് നിങ്ങൾ എഴുതിക്കോ. ഇങ്ങനെ വരയ്ക്കൊന്നും വേണ്ട. ഫസ്റ്റ് പോയിന്റ് എഴുതാം കേട്ടോ. ഞാൻ വായിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അത് സോറി സ്ക്രീൻ ക്ലിയർ ആണോ എന്ന് എനിക്ക് അറിയില്ല. ഓൾമോസ്റ്റ് അത്യാവശ്യം ക്ലിയർ ആണോ എന്ന് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഫസ്റ്റ് പോയിന്റ് എഴുതാം. മാനേജിങ് പെട്ടെന്ന് പെട്ടെന്ന് എഴുതാൻ ശ്രമിക്കണേ. മാനേജിങ് യുവർ ഇൻഫർമേഷൻ. മാനേജിങ് യുവർ ഇൻഫർമേഷൻ. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ട് എല്ലാവർക്കും? കുഴപ്പമില്ലല്ലോ? യെസ് മാം പറ്റുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ട് മേഡം. കുഴപ്പമില്ല. നോക്കി എഴുതാൻ പറ്റുന്നില്ലേ? ഈ സിമ്പിൾ വയ ഡാറ്റാബേസ് ടൂൾസ്. ഓക്കെ എഴുതിക്കോളൂ കേട്ടോ. ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, എഴുതിക്കോളൂല്ലേ എല്ലാവരും? ഇനി ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ കാണാനായിട്ട് സ്ക്രീൻ ഒന്ന്? ഫസ്റ്റ് പോയിന്റ്, മാനേജിങ് യുവർ ഇൻഫർമേഷൻ ഈസ് സിമ്പിൾ വയ ഡാറ്റാബേസ് ടൂൾസ്. നമ്മൾ ഇൻഫർമേഷൻസ് ഒക്കെ സിമ്പിൾ ആയിട്ട് ഡാറ്റാബേസിൽ കൊടുക്കുന്നു. എഴുതി മേഡം. ദെൻ സെക്കൻഡ് പോയിന്റ് എഴുതാ. 2 എന്നിട്ടിട്ട് രണ്ടാമത്തെ പോയിന്റ് എഴുതാ. സ്ട്രോങ് ടൂൾസ് ഫോർ സർവീസസ് എയിംഡ് അറ്റ് കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ടൂൾസ് ഒക്കെ മെയിൻ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അല്ലെ. സ്ട്രോങ് ടൂൾസ് ഫോർ സർവീസസ് എയിംഡ് അറ്റ് കസ്റ്റമേഴ്സ്. എഴുതി മേഡം. ദെൻ മൂന്നാമത്തെ പോയിന്റ് എഴുതാം. മൂന്നാമത്തെ ഫീച്ചേഴ്സ്, ടൂൾസ് ഫോർ കൊളാബറേറ്റിംഗ് വിത്ത് കൊളീഗ്സ്. കൊളാബറേറ്റ് ചെയ്യാൻ മറ്റു ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ടൊക്കെ കൊളാബറേറ്റ് ചെയ്തിട്ട് പ്രവർത്തിക്കാനും ഇത് മറ്റു കൊളീഗ്സ് ആയിട്ടൊക്കെ പ്രവർത്തിക്കാനും ഇത് ഉപയോഗിക്കുന്നു. ടൂൾസ് ഫോർ കൊളാബറേറ്റിംഗ് വിത്ത് കൊളീഗ്സ്. സ്പെല്ലിംഗ് ഒക്കെ നോക്കി എഴുതണോട്ടോ സ്ക്രീനില്. എഴുതി മേഡം. Then third point, third feature എഴുതാ. സ്ട്രോങ് ടൂൾസ് ഫോർ തേർഡ് ആണല്ലോ നിങ്ങൾ എഴുതിയത്. ഇനി ഫോർത്ത് പോയിന്റ് എഴുതാണ്ട. ഫോർത്ത് ഫീച്ചർ, പോർട്ടൽസ് ഫോർ പേഷ്യൻസ്. പേഷ്യൻസിന് വേണ്ടിയിട്ടാണല്ലോ അതിന്റെ പോർട്ടൽസ് ഒക്കെ വരുന്നത്. പോർട്ടൽസ് ഫോർ പേഷ്യൻസ്. കംപ്ലീറ്റ് ആവാത്തവരൊന്ന് കംപ്ലീറ്റ് ആക്കണേ ഫീച്ചേഴ്സ് കേട്ടോ.
കഴിഞ്ഞോ എല്ലാവരുടെയും? എഴുതി കഴിഞ്ഞോ? കംപ്ലീറ്റ് ആയോ? Yes, ma'am. കംപ്ലീറ്റ് ആയി മാഡം. ഈ കംപ്ലീറ്റ് ആവാത്ത ആരില്ലല്ലോ? ഓക്കെ അല്ലേ? മാറ്റില്ലേ ഒരു മിനിറ്റ്. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോളൂ. ഓക്കെ അല്ലേ? കഴിഞ്ഞില്ലേ? മാഡം ഇന്ന് പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തല്ലേ മാഡം? യെസ്, മാഡം ക്ലാസ് എടുക്കണ്ടോ മാഡം? പുതിയ ബാച്ചില് നമുക്ക് ക്ലാസ് വരുന്നുണ്ട്. അപ്പൊ അതിലെന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് മാഡം. ആണല്ലേ? ഓക്കെ, നമ്മള് പുതിയ ബാച്ചിനൊരു 4 ഡിവിഷനായിട്ടാണ് എടുത്തേക്കുന്നത്. ഓ, ഏത് ക്ലാസ്സിലാണെന്ന് അറിയില്ല. 4 ഡിവിഷനായിട്ടുണ്ട്. നമുക്ക് സ്റ്റുഡൻസ് ഉണ്ട് അത്രേ. അവനിന്ന് 10 to 12 വരെയായിരുന്നു മാഡം. ഒരു മുസ്ലിം മാഡമാണ് പഠിപ്പിച്ചതെന്നാണ് പറഞ്ഞത്. ഓക്കെ, നോക്കാം. നമുക്ക് നിങ്ങളിപ്പോ ഇത്രയും സ്റ്റുഡൻസ് ഉണ്ടല്ലോ നമ്മുടെ ക്ലാസ്സിൽ, ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എല്ലാവരെയും ചിലപ്പോ ഒരേപോലെ പരിചയപ്പെടാനൊന്നും ടൈമൊന്നും കിട്ടില്ല. അത്യാവശ്യം കുറച്ച് പേരുടെ പേരുകളൊക്കെ ചിലപ്പോൾ ഓർമ്മയിൽ ഉണ്ടാവും. കാരണം നമ്മൾ ഓരോ ക്ലാസ്സിൽ കയറുന്നില്ല എല്ലാ ടീച്ചേഴ്സും. ഇപ്പൊ ഇത്രയും ഡിവിഷൻ ഇപ്പൊ ഒരു 7th എനിക്ക് തോന്നുന്നു, ഇപ്പൊ ഒരു 8th ബാച്ച് കൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ എല്ലാ ക്ലാസ്സിലും കയറുന്നുണ്ട്. എല്ലാവരെയും നമുക്ക് പരിചയപ്പെടാനൊന്നും പറ്റില്ലല്ലോ. എന്നാലും നമുക്ക് അത്യാവശ്യം അല്ലെ, നമുക്ക് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നിങ്ങളെ കൊണ്ടൊക്കെ വായിപ്പിച്ച് ഇന്ററാക്ഷൻസ് ഒക്കെ കിട്ടണ്ടേ നിങ്ങൾക്ക്. നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അടുത്ത പോർഷൻസ് കൂടി ഞാനൊന്ന് എടുത്തോട്ടെ, എന്നിട്ട് നമുക്ക് കുറച്ച് ടൈം ഡിസ്കസ് ഒക്കെ ചെയ്യാം. ഓക്കെ, നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അഡ്വാൻറ്റേജസ്. അഡ്വാൻറ്റേജസ് മീൻസ് എന്താണ്? അതുകൊണ്ടുള്ള ഗുണങ്ങൾ അല്ലെ? മാം പ്രസന്റേഷൻ ഇല്ല. പ്രസന്റേഷൻ കാണാൻ പറ്റില്ല മാഡം. പറ്റുന്നില്ല? ഓക്കെ ഓക്കെ, Okay, ma'am. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? Okay, ma'am. Okay, Yes, ma'am. ma'am. അഡ്വാൻറ്റേജസ് ഇപ്പൊ നമ്മൾ CRM എന്താണെന്ന് കണ്ടല്ലോ. ഇനി CRMന്റെ അഡ്വാൻറ്റേജസ്, ഇതുകൊണ്ട് ഗുണങ്ങൾ ഉണ്ടോന്നാണ് കേട്ടോ. ഗുണങ്ങളുണ്ട് അല്ലെ? നമ്മളിപ്പോ പറഞ്ഞ കുറെ പോയിന്റ്സ് ഒക്കെ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത അഡ്വാൻറ്റേജസിലും പറയുന്നത് കേട്ടോ. നോക്കാം, അഡ്വാൻറ്റേജസ് വായിക്കാം. ഓക്കെ, ഇനി ഒരാൾ വായിച്ചോളൂ. ഓരോരുത്തരും ഓരോ അഡ്വാൻറ്റേജസ് വായിച്ചിട്ട് അതൊന്ന് എക്സ്പ്ലനേഷൻ ചെയ്ത് തന്നെ കേട്ടോ. വെറുതെ വായിക്കല് മാത്രമല്ല, നിങ്ങൾ എന്ത് ചെയ്യാ പറയാ കേട്ടോ. നിങ്ങൾ സെയിം പോയിന്റ്സ് തന്നെ പറയണമെന്നൊന്നും ഇല്ല. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി അതൊന്ന് മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് ടോട്ടലി ഡിസ്കസ് ചെയ്ത് പറയാം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് വായിച്ചോളൂ. ഓരോരുത്തർ വായിക്കണേ. എല്ലാവരും കൂടി ഒറ്റയടിക്ക് ചാടിക്കയറി വായിക്കരുത്. ഒരാൾ വായിക്കുമ്പോ നോർമലി നിങ്ങൾക്ക് അറിയാലോ, ഒരാളൊന്ന് ബാക്കിയുള്ളവർ എന്ത് ചെയ്യാം, മ്യൂട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, വായിച്ചോളൂ, സ്റ്റാർട്ട് ചെയ്തോ. ഫസ്റ്റ് പോയിന്റ്, comprehensive patient management software can do all the tasks in relation with managing appointments. നമ്മൾ ചെയ്യുന്ന അപ്പോയിന്റ്മെന്റ് ആയിട്ടുള്ളത്, അപ്പോയിന്റ്മെന്റ്സ്, ഡോക്ടേഴ്സിന്റെ അപ്പോയിന്റ്മെന്റ്സിന്റെ എല്ലാ കാര്യങ്ങളും ആ സോഫ്റ്റ്വെയറിന് ചെയ്യാൻ പറ്റും. അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റോ അല്ലെങ്കിൽ നമുക്ക് സ്കാനിങ്ങിന്റെ അപ്പോയിന്റ്മെന്റോ ലാബ് റിപ്പോർട്ടിന്റെയോ എന്ത് വേണമെങ്കിലും ആ സോഫ്റ്റ്വെയർ വഴി നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, വെരി ഗുഡ് അല്ലെ? പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയല്ല അതിൽ ഉൾപ്പെടുന്നത്. കോംപ്രഹെൻസീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമഗ്രമായിട്ടുള്ള അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഈ പറഞ്ഞ പോലെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മീനിങ് ആണ് കേട്ടോ കോംപ്രഹെൻസീവ്. ഓക്കെ, ഇനി സെക്കൻഡ് വായിച്ചോളൂ. ക്ലിയർ ആയല്ലോ? ഒന്നും കൂടി നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പറയാം കേട്ടോ. സെക്കൻഡ് പോയിന്റ് വായിച്ചോളൂ. അടുത്താള് ഇല്ല, എല്ലാവരും Multi-department collaboration. A hospital or private practice has many departments that must work in agreement to provide the best patient experience. പറഞ്ഞോളൂ. മൾട്ടി ഡിപ്പാർട്ട്മെന്റ്, മൾട്ടി ടാസ്ക് എന്നൊക്കെ പറയൂലേ നമ്മള്. എന്താണ് മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെന്റ്? ഒന്നിലധികം ഡിപ്പാർട്ട്മെന്റുമായിട്ടുള്ള കോളാബറേഷൻ, ഒരു സഹകരണം. അത് ബെസ്റ്റ് പേഷ്യന്റ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റ്സുമായിട്ട് കൂടിച്ചേർന്നുകൊണ്ടുള്ളത്. അതായത് മറ്റു ഡിപ്പാർട്ട്മെന്റുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കണം. എല്ലാ ഒരു പ്രവർത്തനത്തെ പറ്റിയാണ് അവിടെ പറയുന്നത്.
അതായത് ഇപ്പൊ ഒരു ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് പ്രാക്ടീസിലോ, നമ്മൾ ഹോസ്പിറ്റലിലാണ് നോക്കുന്നത്. പ്രൈവറ്റ് പ്രാക്ടീസ് മീൻസ് ഏതെങ്കിലും ഇതുപോലെ കമ്പനികളോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ അവിടെ നമ്മൾ വർക്ക് എഗ്രിമെന്റ് ടു പ്രൊവൈഡ് ദ ബെസ്റ്റ് പേഷ്യന്റ് എക്സ്പീരിയൻസ്. അപ്പോ അവർക്ക് നിരവധി ഡിപ്പാർട്ട്മെന്റുകൾ മികച്ച ഒരു അനുഭവം നൽകുന്നതിന് ഒരു യോജിപ്പിൽ പ്രവർത്തിക്കണം. നല്ല എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റും കൂടി ഒന്നിച്ച് പ്രവർത്തിച്ചാൽ മാത്രമാണ് അത് പേഷ്യൻസിന് നല്ല രീതിയിൽ ഈ ഹോസ്പിറ്റൽ നല്ലതാണ്, അവിടെ നല്ലൊരു കൊളാബറേഷൻ ആയിട്ട് അവർ പോകുന്നുണ്ട്, എല്ലാ രീതിയിലും നല്ല രീതിയിൽ ഇംപ്രൂവ്, അങ്ങനെ ഒരു പേഷ്യന്റിന് എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും കൂടി സഹകരിച്ച് പ്രവർത്തിക്കണം. മൂന്നാമത്തെ പോയിന്റ് വായിച്ചോളൂ. CRM system can also collect and organize reports that will be beneficial is a healthcare organization. These reports can be regarding patient requests or complaints, referrals, or internal issues like medical equipment malfunctioning. ഓക്കെ, എന്താണ് സഫീറ വായിച്ചിട്ട് വല്ല ഐഡിയ ഒക്കെ ഉണ്ടോ? CRM സിസ്റ്റത്തിന് ഹെൽത്ത് കെയറിന്റെ റിപ്പോർട്ടുകൾ ശേഖരിക്കാനും അങ്ങനെയൊക്കെ കഴിയുന്ന ഒരു സിസ്റ്റമാണ് CRM സിസ്റ്റം. ശേഖരിക്കാനും സമർപ്പിക്കാനൊക്കെ അത് കഴിയും. പിന്നെന്താണ് പറയുന്നത്? പിന്നെ പേഷ്യൻസിന്റെ പരാതികള് അല്ലെങ്കിൽ മെഡിക്കൽ ഉപകരണത്തിന്റെ എല്ലാം തകരാറ് അങ്ങനെയൊക്കെ പെട്ടതായിരിക്കാം ഈ സിസ്റ്റത്തില് ഉണ്ടാകുന്നത്. ഉൾപ്പെടുത്താവുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം. CRM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസ്ഡ് അല്ലെ, അതായത് ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആണ്. സോ അതിന് നമുക്ക് ഈ പറഞ്ഞ പോലെ റിപ്പോർട്ട്സ്, പേഷ്യൻസിന്റെ കംപ്ലൈന്റ്സോ അല്ലെങ്കിൽ എക്യുപ്മെന്റ് മാൽ ഫങ്ഷനിങ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും എക്യുപ്മെന്റ്സിൽ തകരാറുകളൊക്കെ വന്നോ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എന്തിൽ ഉൾപ്പെടുത്താൻ പറ്റും? CRM സിസ്റ്റത്തിൽ ഉൾപ്പെടുത്താം. ഓക്കെ, ഫോർത്ത് പോയിന്റ് വായിച്ചോളൂ. Save time and resources. Each doctor and nurse at your hospital or private practice can automate their calendars with the CRM software. എന്താണ് അവിടെ പറഞ്ഞത്? എളുപ്പമുള്ള പോയിന്റ് ആണല്ലോ. സേവ് ടൈം. CRM സോഫ്റ്റ്വെയറില് ഇവരുടെ ടൈമും റിസോഴ്സൊക്കെ സേവ് ചെയ്തിട്ടുണ്ടാവും. ഈ ഡോക്ടേഴ്സിന്റെയും പ്രൈവറ്റ് പ്രാക്ടീസിന്റെ ഒക്കെ കാലണ്ടേഴ്സില് നേഴ്സിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ സേവ് ചെയ്തിട്ടുണ്ടാവും. പ്രാക്ടീസ് ചെയ്യാനൊക്കെയുള്ളത് സേവ് ആയിട്ടുണ്ടാവും. അതായത് നമുക്ക് ടൈം ഒത്തിരി പെട്ടെന്ന് സേവ് ചെയ്യാൻ പറ്റും അല്ലെ? നമുക്ക് ഞാൻ പറഞ്ഞു പറ്റും, നമ്മൾ എഴുത്തിലുപരി പെട്ടെന്ന് തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് ആയതുകൊണ്ട് ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഡോക്ടേഴ്സിന്റെയും നഴ്സസിന്റെയും ഒരു കലണ്ടറൊക്കെ ഓട്ടോമാറ്റിക് കലണ്ടേഴ്സ് വിത്ത് CRM സോഫ്റ്റ്വെയർസ്. ഇവിടെ അവരുടെ കലണ്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഡോക്ടേഴ്സിന്റെ ആയാലും അപ്പോയിന്റ്മെന്റ്സുകളും അല്ലെ, ചില ഡോക്ടേഴ്സ് ഒക്കെ എല്ലാ ദിവസങ്ങളിലൊന്നും അവൈലബിൾ ആയിരിക്കില്ലല്ലോ. സോ അവരുടെ ആ ഒരു ഷെഡ്യൂളും ടൈം ഷെഡ്യൂളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവരുടെ കലണ്ടേഴ്സിൽ ഉൾക്കൊള്ളുന്നത് കേട്ടോ. അപ്പൊ അതെല്ലാം CRM-ൽ ഉൾപ്പെട്ടിരിക്കും. നെക്സ്റ്റ് പോയിന്റ് വായിച്ചോളൂ. റെഡ്യൂസ് എറേഴ്സ് ഇൻ മെഡിക്കൽ ബിൽസ്. എന്താണ് പറഞ്ഞോളൂ. എന്തെങ്കിലും ഈ മെഡിക്കൽ ബിൽസിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് മാറ്റി ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും അല്ലെ? മെഡിക്കൽ ബിൽസിൽ എന്തെങ്കിലും എററുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരമാവധി കുറയ്ക്കാനായിട്ട് ഇങ്ങനെയുള്ള ഡാറ്റ കമ്പ്യൂട്ടറൈസ്ഡ് ആവുമ്പോ എററുകളൊന്നും അധികം വരാൻ ചാൻസ് കുറവാണ് അല്ലെ? സിക്സ്ത് പോയിന്റ് വായിച്ചോളൂ. ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ. ഞാൻ വായിക്കട്ടെ മേഡം? അതാ നെക്സ്റ്റ് അടുത്ത ആള് വായിച്ചോളൂ. എല്ലാവർക്കും നമ്മൾ അവസരം കൊടുക്കണ്ടേ? ഓക്കെ, വായിച്ചോളൂ. Improve communication. Email automation or SMS makes sure that timely responses are sent to a patient's inbox after they take action in some way. എന്താണ് അവിടെ പറയുന്നത്? ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടി നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. പറഞ്ഞോളൂ, വായിച്ചാൽ തന്നെ പറഞ്ഞോളൂ, കുഴപ്പമില്ല. SMS-ലൂടെ ഇമെയിലിലൂടെയൊക്കെ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ടൈമിൽ എത്തേണ്ട സ്ഥലങ്ങളിലൊക്കെ രോഗിയുടെ ഇൻബോക്സിൽ ആ ഒരു നടപടി എന്തെങ്കിലും ഇപ്പോ മേ ബി എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ പറയാ, ഇപ്പോൾ ടേക്ക് ആക്ഷൻ സംവേ, അതായത് ഇപ്പൊ ഒരു നമുക്കറിയാം ഇമെയിലിലൂടെയോ SMS-ലൂടെയോ ഒരു രോഗിയുടെ ഇൻബോക്സിൽ നടപടികളൊക്കെ സ്വീകരിച്ചതിന് ശേഷം കൃത്യസമയത്ത് തന്നെ പ്രതികരണങ്ങളും തിരിച്ച് അവർക്ക് അയക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ എന്തെങ്കിലും റിലേറ്റഡ് ആയിപ്പോ അപ്പോയിന്റ്മെന്റ് റിലേറ്റഡോ അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ റെസ്പോൺസ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ടേക്ക് ആക്ഷനും അപ്പൊ തന്നെ നമുക്ക് എടുത്തു കൊടുക്കാനായിട്ട് അവർക്ക് സാധിക്കും ഇങ്ങനെ ഒരു സിസ്റ്റത്തിലൂടെ. ഓക്കെ, സെവൻത് പോയിന്റ് വായിച്ചോളൂ. CRM software will allow you to segment your patients based on their health issues, location, age, gender.
എന്താണ് അവിടെ പറയുന്നത്? CRM സോഫ്റ്റ്വെയർ CRM സോഫ്റ്റ്വെയർ മൂലം ആ ഒരു പേഷ്യന്റിന്റെ ഫുൾ ഡീറ്റെയിൽസ്, അതായത് അദ്ദേഹത്തിന്റെ ഹെൽത്തിന്റെ കണ്ടീഷൻ എങ്ങനെയാണ്, ലൊക്കേഷൻ, ഏജ്, ഏത് ജെൻഡറിലാണ് പെട്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ അറിയാനായിട്ട് കഴിയും. CRM-ൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസിന് പുറമെ എന്താണ് അദ്ദേഹത്തിന്റെ ഹെൽത്ത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ഈ പറഞ്ഞ അപ്പോയിന്റ്മെന്റ്സും കാര്യങ്ങളും എല്ലാം ഇതിൽ ഉൾക്കൊണ്ടിരിക്കും അല്ലെ? ഓക്കെ, 8th പോയിന്റ് വായിച്ചോളൂ. ലാസ്റ്റ് പോയിന്റ് ഫ്രണ്ട് ഓഫീസ് ആൻഡ് ബാക്ക് ഓഫീസ് ഫങ്ഷൻസ്. ഇത് ഫ്രണ്ട് ഓഫീസ് ഫങ്ഷൻസും ആയിട്ടും ബാക്ക് ഓഫീസ് ഹോസ്പിറ്റലിന് പുറത്തുള്ള ഫങ്ഷൻസ്, അകത്തുള്ള ഫങ്ഷൻസ് ആയിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട് ഈ CRM. ഓക്കെ, നമ്മൾ പറഞ്ഞു റിസപ്ഷനിലാണ് ഈ CRM സോഫ്റ്റ്വെയർ വരൊക്കെ നമ്മൾ ഫസ്റ്റ് കൊണ്ടുവരുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു, ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഫാർമസിയിൽ മെഡിസിൻ വാങ്ങിക്കാൻ പോകുമ്പോഴും അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നു, മെയിൽ അയച്ചു കൊടുക്കുന്നു. അപ്പൊ അത് കണക്റ്റഡ് അല്ലേ? ഈ ഒരു റിസപ്ഷനിൽ നിന്നും അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ റൂമിൽ നിന്ന് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഒക്കെ എഴുതിയിട്ട് അത് ചിലപ്പോൾ ഫാർമസിയിലേക്ക് മെയിൽ ചെയ്ത് കൊടുക്കും. അപ്പൊ അങ്ങോട്ട് ഇങ്ങോട്ട് കണക്ഷൻ വരുന്നില്ലേ ഫ്രണ്ട് ഓഫീസും ബാക്ക് ഓഫീസും തമ്മില്? അതാണ് കേട്ടോ ആ പോയിന്റിൽ പറയുന്നത്. ദെൻ ഒന്നും കൂടി നമുക്കൊന്ന് വായിച്ചു നോക്കാം. അഡ്വാൻറ്റേജസ് ആണ് കേട്ടോ വായിക്കുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങളും സ്വയം നിങ്ങളും ഞാൻ വായിക്കുന്നതിനൊപ്പം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഫസ്റ്റ് പോയിന്റ് നോക്കാം. കോംപ്രഹെൻസീവ് പേഷ്യന്റ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ can do all the tasks in relation with managing appointments. Second, multi-department collaboration. A hospital or private practice. എന്താണ്? സ്ക്രീൻ കാണാൻ പറ്റില്ല മേഡം. സ്ക്രീൻ കാണുന്നില്ല. Okay. നമുക്ക് ഇതിൽ ആരോ പ്രസന്റേഷൻ ചെയ്തിട്ടുണ്ട്, നോക്കാട്ടോ. ക്ലിയർ ആണോ സ്ക്രീൻ? ഇല്ല മേഡം. കാണുന്നില്ല. ഓക്കെ ഓക്കെ. Yes, ma'am. Kandu. Yes, ma'am. ഇപ്പോഴോ കാണുന്നുണ്ടോ? Yes, ma'am. കാണാനുണ്ട് മാം. കാണുന്നു. ഓക്കെ ഓക്കെ. നിങ്ങളുടെ ഇടയിൽ ആരോ ഒരാൾ അങ്ങനെ പ്രസന്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് സ്ക്രീൻ കാണാണ്ട് വരുന്നത് കേട്ടോ. ഓക്കെ, ഒന്നുകൂടി വായിക്കാം കേട്ടോ. അഡ്വാൻറ്റേജസ് നോക്കാം. കോംപ്രഹെൻസീവ് പേഷ്യന്റ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ can do all the tasks in relation with managing appointments. Second one, multi-department collaboration. A hospital or private practice has many departments that must work in agreement to provide the best patient experience. Third point, CRM system can also collect and organize reports that will be beneficial is a healthcare organization. These reports can be regarding patient requests or complaints, referrals, or internal issues like medical equipment malfunctioning. Save time and resources. Each doctor and nurse at your hospital or private practice can automate their calendars with CRM software, reduce errors in medical bills, improve communication. Email automation or SMS make sure that timely responses are sent to patients' inbox after they take action in some way. CRM software will allow you to segment your patients based on their health issues, location, age, and gender. It also connects front office and back office functions. ഓക്കെ അല്ലേ? ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കാം. ഒരു 5 minutes സമയം തരാം. ഓരോ പോയിന്റ് നിങ്ങൾ വായിക്കാം. നിങ്ങൾ തന്നെ അതിന്റെ മീനിങ് ഒന്ന് മനസ്സിലൊന്ന് കാണാം കേട്ടോ. 5 minutes തരാം. നന്നായിട്ട് വായിക്കണം കേട്ടോ. 5 minutes തരുന്നത് 5 minutes കിടന്നുറങ്ങാൻ പാടില്ല കേട്ടോ ആരും. വായിക്കുക തന്നെ ചെയ്യണം കേട്ടോ. ഉച്ച സമയമാണല്ലോ. കുറച്ച് ഉറക്കമൊക്കെ വന്നില്ലേ? സത്യസന്ധമായിട്ട് പറയൂ, ഉറക്കമൊക്കെ വന്ന ടൈം അല്ലേ? ആണോ? എനിക്ക് പറഞ്ഞില്ല മേഡം. പിന്നെ എനിക്ക് ഉറക്കമൊന്നും വരുന്നില്ല. അത്ര ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇരിക്കുന്നതാണ് ക്ലാസ്സിലെ.
ഞാൻ പറയല്ലേ മേഡം, ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത്. ഓക്കെ ഓക്കെ, ഞാൻ ചോദിച്ചോളൂ. അല്ല, കോമൺ ആയിട്ട് ഞാൻ നോർമലായിട്ട് പറഞ്ഞു കേട്ടാ, എല്ലാവർക്കും സ്വാഭാവികമാണല്ലോ ഈ ടൈമിലെ ഉച്ച സമയത്ത് ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഒരു ടൈമാണ് അല്ലെ. അത് സത്യസന്ധമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഓരോരുത്തർ കമന്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഉറക്കം വരുന്നുണ്ടോ എന്നൊക്കെ. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞു, ഉറങ്ങി പോകരുത്, വായിച്ചിട്ട് ഓരോ പോയിന്റ് വായിക്കുക. 5 മിനിറ്റ് സമയം തന്നേക്കാണ്, ഉറങ്ങാനല്ല വായിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, വായിച്ചോളൂ. മേഡം സ്ക്രീന് വന്നും പോയി മേഡം. സ്ക്രീൻ കാണുന്നില്ല? കാണുന്നുണ്ട് മാം. കാണുന്നുണ്ടോ? ബാക്കി എല്ലാവർക്കും കാണുന്നില്ലേ? യെസ് മാം, കാണുന്നുണ്ട്. പിന്നെ ഒന്നും കൂടി ഒന്ന് വായിച്ചോളൂ കേട്ടോ എല്ലാവരും. ഓരോ പോയിന്റ്സും വായിക്കണം, അതിന്റെ മീനിങ് സ്വയം പെട്ടെന്ന് ഓടിച്ചു വിടല്ല, ഓരോ പോയിന്റ് കറക്റ്റ് ആയിട്ട് വായിക്കും. ഇപ്പൊ വായിക്കുമ്പോ ഇന്ന് തന്നെ നിങ്ങൾക്ക് അത് മൈൻഡിൽ കയറണം തറായിട്ട് കേട്ടോ. ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ട് നമുക്ക് എക്സാം ഉണ്ട് കേട്ടോ. ചാപ്റ്റർ കഴിഞ്ഞിട്ടില്ല, കുറച്ചും കൂടി ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 2-3 ക്ലാസ്സും കൂടി വേണ്ടി വരെയായിരിക്കും. വായിച്ചു കഴിഞ്ഞെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ, കഴിഞ്ഞവരെട്ടോ. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഏകദേശം ഒക്കെ വായിച്ചു കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇനി ആരെങ്കിലും കഴിയാനുണ്ടോ വായിച്ച്? ഓക്കെ, ദെൻ നിങ്ങൾ നോക്കാം, ഒരു CRM സോഫ്റ്റ്വെയറിന്റെ ഒരു സാമ്പിൾ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്തുള്ളത്. നോക്കിയേ, പേഷ്യൻസിന്റെ നെയിം, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ് അല്ലെ, അഡ്രസ്, സിറ്റി, സ്റ്റേറ്റ്, സിറ്റ് കോഡ്, അങ്ങനെയുള്ള ഒരു പേഷ്യൻസിനെ സംബന്ധിച്ച് വരുന്ന എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. കണ്ടോ, പേര് അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഡീറ്റെയിൽസും. ദെൻ മെഡിക്കേഷൻ, ഇവിടെയാണ് നമ്മൾ ഡ്രഗ്സിന്റെ ഡിസ്ക്രിപ്ഷനും മെഡിസിൻസും കാര്യങ്ങളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ദെൻ നിങ്ങൾക്ക് കാണാൻ വായിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല, വളരെ കുഞ്ഞതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മെഡിക്കേഷന്റെ അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷൻസ്, അല്ലെങ്കിൽ ലാസ്റ്റ് ഫിൽ ഡേറ്റ്, ദെൻ മെഡിസിൻസിന്റെ കാര്യങ്ങളും കുറച്ച് പേഴ്സണൽ ഡീറ്റെയിൽസും ഇതൊക്കെയാണ് ഇങ്ങനെ ഒരു ബില്ലില് CRM-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇത്രയും നമ്മൾ ഇത്രയും പോർഷൻസ് കവർ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇന്ന് കുറെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ഓവറായിട്ട് അത് ബുദ്ധിമുട്ടാവില്ല. ഇനി കുറച്ചും കൂടി ഉണ്ട്, കുറച്ച് കാര്യങ്ങളും കൂടി ഒക്കെ ഉണ്ട് ഈ ചാപ്റ്റർ. ഇത്ര ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്, 2 ക്ലാസ് കൂടി നമുക്ക് വേണ്ടി വരും. ദെൻ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എക്സാം ഇടണ്ടേ? എന്താണ് അഭിപ്രായം? എക്സാം വേണോ? ഓക്കെ, നമുക്ക് ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ എക്സാം ഇട്ടിട്ട് പോകാം. അപ്പൊ നിങ്ങൾ ആ ഓരോ ചാപ്റ്റർ പറഞ്ഞോളൂ. എക്സാമിന് ഓപ്ഷൻസ് ഒന്നുമില്ല. ഓപ്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂർ വേണ്ടേ? നമുക്ക് 1 മണിക്കൂർ ക്ലാസ് ഉള്ളൂ. പക്ഷെ നമുക്ക് ആ 1 മണിക്കൂർ എക്സാമിന് വേണ്ടി കളയാനും പറ്റില്ല. സോ ഹാഫ് അവർ നമുക്കൊരു ക്ലാസ് എന്തായാലും കണ്ടിന്യൂ ചെയ്യണം അല്ലെ. പിന്നെ എന്തായാലും ഒരു ഹാഫ് അവർ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ്സ് ആണ് നമ്മൾ എക്സാമിന് വേണ്ടി ഉപയോഗിക്കുന്നത്. കാരണം എക്സാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്ലാസ് ടൈം ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ലല്ലോ. നമ്മളുടെ പോർഷൻസും കവർ ചെയ്യണം. അതോടൊപ്പം നിങ്ങൾ പഠിച്ചും കൂടി വരാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു എക്സാം എന്നുള്ള ഒരു ഇതിൽ വെറുതെ ചുമ്മാ ഇടുന്നുള്ളൂ. അപ്പൊ ഞാൻ എല്ലാ ടീച്ചേഴ്സും അങ്ങനെ എക്സാം ഇടുന്നുണ്ടോ നിങ്ങൾക്ക്? എങ്ങനെയാ? എക്സാം എടുക്കാറുണ്ട്.
ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് അങ്ങനെ അപ്പൊ അങ്ങനെയെങ്കിലും നിങ്ങൾ കുറച്ച് ചാപ്റ്ററെങ്കിലും പഠിക്കില്ലേ എല്ലാം കൂടി ഒരുമിച്ച്, അല്ലെങ്കിൽ ഭയങ്കര ഒരു ലോഡ് ആവൂലേ, ഹെവി ലോഡ് അല്ലെങ്കിൽ ഒരുമിച്ച് പഠിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യം നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണെങ്കിലും അതിന്റെ ഉള്ളിൽ നമുക്ക് ഒത്തിരി പഠിക്കാനില്ലേ. അപ്പൊ ഓരോ ചാപ്റ്ററും നമുക്ക് കഴിയുമ്പോൾ നമുക്ക് ഒരു ചെറിയൊരു റിവിഷൻ പോലെ നിങ്ങൾക്ക് എന്തായാലും ഒരു മോഡൽ എക്സാം ഉണ്ടല്ലോ, മെയിൻ എക്സാമിന് മുന്നേ ഒരു മോഡൽ എക്സാം നിങ്ങൾക്ക് എന്തായാലും നടത്തും കേട്ടോ. പിന്നെ നെക്സ്റ്റ് ക്ലാസ്സിന് ഏതാ വരുന്നത് നിങ്ങൾക്ക്? നമുക്ക് ആദ്യത്തെ മാഡം ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ആണ് മാം ഇംഗ്ലീഷ് മെയിൻ എക്സാമിന് ഉണ്ടാവോ മാം? ഏതാണ് എക്സാമിന് ഇംഗ്ലീഷ് ഉണ്ടാവോ? ഇംഗ്ലീഷ് ആണോ? ആ ഇംഗ്ലീഷ് നിങ്ങളോട് എങ്ങനെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞില്ലേ ഡീറ്റെയിൽസും കാര്യങ്ങള്? അപ്പൊ എങ്ങനെ രീതിയിലല്ലേ മാം പറഞ്ഞത്? നമുക്ക് ഇന്റർവ്യൂവിന് വേണ്ടി നമ്മളെ പ്രിപ്പയർ ആക്കുന്നല്ലേ ആദ്യം പറഞ്ഞിരുന്നേ. അവർ വിളിച്ചപ്പോ അങ്ങനെ പറഞ്ഞേ. പിന്നെ എക്സാമിന്റെ കാര്യം ആയിട്ട് പറഞ്ഞില്ലായിരുന്നു. ഓക്കെ. അപ്പൊ നിങ്ങളത് നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ ക്ലാസ് തന്നത് ടീച്ചർ ഏതാ? ആ ടീച്ചറാണ് അതിന്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് നിങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. ഇംഗ്ലീഷ് എനിക്ക് തോന്നുന്നു നിഷാമിസിനോടൊന്ന് ചോദിക്കണേ എങ്ങനെയാണ് ഇംഗ്ലീഷ്. എനിക്ക് തോന്നുന്നു നമുക്കിപ്പോ സിലബസിൽ ഇത് വ്യത്യാസം വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. 100 മാർക്കിൽ എന്നല്ലേ നിങ്ങളോട് പറഞ്ഞത് ടോട്ടൽ സ്കോർ? 100-ലല്ലേ ടോട്ടൽ വരുന്നത്? ഓക്കെ. അപ്പൊ അതിനകത്ത് എനിക്ക് തോന്നുന്നു ഒരു 80 മാർക്ക് നമ്മളുടെ ഹോസ്പിറ്റലിൽ നിന്നും ബാക്കി ഒരു 20 മാർക്ക് ഇംഗ്ലീഷിൽ ബേസ് ചെയ്തിട്ടായിരിക്കാം. പക്ഷെ ഇപ്പൊ ഇത് ചേഞ്ചസ് വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല. നിങ്ങൾക്ക് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ എങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കും ഫോളോ ചെയ്യുന്നത് കേട്ടോ. മാം ഈ CRM സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് ഹോസ്പിറ്റൽസിൽ മാത്രമല്ലല്ലോ, കമ്പനീസിലും ഇൻഡസ്ട്രീസിലൊക്കെ ഉപയോഗിക്കില്ലേ? കമ്പനീസിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞില്ലേ ഒരു സെയിൽസുകളൊക്കെ ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞില്ലേ. നമ്മളിവിടെ മെയിൻ ആയിട്ട് നോക്കുന്നത് ഹോസ്പിറ്റലിന്റെ ആണല്ലോ പഠിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഭാഗം മാത്രം ഈ ഹെൽത്ത് കെയർ, അതുകൊണ്ടാണ് ആ ഹെഡിങ് തന്നെ നോക്കൂ, വാട്ട് ഈസ് ഹെൽത്ത് കെയർ CRM എന്ന് നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഹോസ്പിറ്റലിലെ CRM ആണ് എന്താണെന്ന് നോക്കുന്നത്, നമ്മൾക്ക് അതാണല്ലോ വേണ്ടത്. അപ്പൊ അതുപോലെ തന്നെ ഇതുപോലെ സ്ഥാപനങ്ങളിലൊക്കെ CRM-ന്റെ ഒരു സിസ്റ്റം ഉണ്ടാകും. അവിടെ ഉള്ളതുപോലെ ഓരോ സെക്ഷനിലെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. നമുക്ക് മെയിൻ ആയിട്ട് ഹോസ്പിറ്റലിന്റെ കാര്യങ്ങളല്ലേ അറിയേണ്ടത്. അപ്പൊ നമുക്ക് അത് മാത്രം ഒന്ന് നോക്കാം കേട്ടോ. ഓക്കെ. നിങ്ങൾക്ക് ഇതുവരെയുള്ള ക്ലാസ്സുകളൊക്കെ എങ്ങനെ പോകുന്നു? നല്ല രീതിയിലൊക്കെ പോകുന്നുണ്ടോ? പഠിക്കുന്നുണ്ട് എല്ലാവരും? പഠിക്കുന്നുണ്ട് മാഡം. ഓക്കെ. എല്ലാ ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകളൊക്കെ ഓൾമോസ്റ്റ് ഓക്കെ ആണോ? നല്ല ക്ലാസ്സുകളാണോ? നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ എങ്ങനെയാണ്? എല്ലാം നല്ല ക്ലാസ്സുകൾ മാഡം. ഓക്കെ. ഒരു മാസം പോയത് പോലും അറിഞ്ഞില്ല മാഡം. എന്താ? നമുക്ക് ക്ലാസ് തുടങ്ങിയിട്ട് ഒരു മാസമായി. ഒരു മാസം 3 ദിവസമായി. പിന്നെ നിങ്ങൾക്കറിയാം മാം റെക്കോർഡ് ക്ലാസ് സെയിം ഡേ തന്നെ ഇട്ടുതരുമോ മാം? ഏതാ നമ്മുടെ റെക്കോർഡ് ക്ലാസ് ആണോ? നമുക്ക് റെക്കോർഡ് ക്ലാസ് നമുക്ക് പിറ്റേ ദിവസമല്ലേ നിങ്ങൾക്ക് സാധാരണ ചെയ്യുന്നത്? അങ്ങനെയാണ് ചെയ്യുന്നത്? പിറ്റേ ദിവസമല്ലേ റെക്കോർഡ് ക്ലാസ് വരുന്നത്? കുറച്ച് ലേറ്റ് ആവും, 11 മണി അങ്ങനെല്ലാം ആവുന്നുണ്ട്. നമ്മൾക്കത് ഗൂഗിൾ വഴി അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ. നമുക്ക് അങ്ങനെ പലവരും കുട്ടികൾ അങ്ങനെ ചോദിച്ചായിരുന്നു. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷനാണ് ഉള്ളത് ഇപ്പോ കേട്ടോ. നമുക്ക് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്കത് നേരത്തെ ചെയ്യാനായിട്ട് ശ്രമിക്കാം. പക്ഷെ മാക്സിമം എനിക്ക് തോന്നുന്നത് ഗൂഗിളിന്റെ അങ്ങനെ നമ്മൾ ചെയ്യുന്നതല്ലല്ലോ. നമ്മൾ ഓൾറെഡി ആ ക്ലാസ് ഗൂഗിളിൽ ഇട്ടിട്ട് നമ്മളത് പിറ്റേ ദിവസത്തേക്കാണ് ഓൾമോസ്റ്റ് ഇതുവരെ അങ്ങനെ ഇട്ടുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ക്ലാസ്സിൽ കയറിയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ റെക്കോർഡിംഗ് ക്ലാസ് കാണണം. ഞാൻ പിന്നെയും പറയുന്നുണ്ട്. കാരണം നിങ്ങൾ ഒരു ക്ലാസ് കണ്ടില്ലെങ്കിൽ പിറ്റേ ദിവസം വന്ന് അത് വായിച്ചു പോലും ഇട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകുമോ? നമ്മൾ കണ്ടിന്യൂഷനിൽ എടുക്കുന്നത്. സോ അത് നല്ല രീതിയിലൊക്കെ ഒന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് ആ ക്ലാസ്സിൽ കയറണതിന് മുമ്പെങ്കിലും ഒന്ന് അത്രയും പോർഷൻസ് ഒന്ന് വായിച്ചെങ്കിലും വെക്കണം കേട്ടോ. എന്തെങ്കിലും കാരണം കയറാനൊന്നും പറ്റില്ലെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്തു വെച്ചേക്കണം കേട്ടോ. ഈ CRM സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സാമ്പിള് കാണിച്ചിട്ടില്ലേ? എല്ലാ ഹോസ്പിറ്റൽസിലും ഇതാണോ യൂസ് ചെയ്യുന്നത്? ആയിരിക്കില്ലല്ലോ. എല്ലാ ഹോസ്പിറ്റൽസിനും വേണ്ടിയിട്ട് ഓരോ കമ്പനീസ് വേറെ വേറെ സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കൊടുക്കായിരിക്കില്ലേ? ഇത് ജസ്റ്റ് സാമ്പിൾ അല്ലേ? വ്യത്യാസം ഉണ്ടാവും. കാര്യങ്ങളൊക്കെ വരുന്നത് ഇത്രയൊക്കെ തന്നെയാണ്. പേഷ്യന്റിന്റെ ഡീറ്റെയിലും മെഡിക്കൽ എന്തൊക്കെയാണെന്നുള്ളത് മാത്രം സെയിം ആയിരിക്കും. സോഫ്റ്റ്വെയർ ചിലപ്പോൾ ഇത്തിരി വ്യത്യാസങ്ങളൊക്കെ വരുമല്ലോ. എന്തായാലും നമ്മൾ ഉൾപ്പെട്ടിരിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാറായി. ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലാലോ? കുഴപ്പമില്ലാലോ? ഇന്നത്തെ ക്ലാസ് എളുപ്പമായിരുന്നോ? ബുദ്ധിമുട്ട് തോന്നിയോ? ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല മാഡം. ഓക്കെ. എളുപ്പമായിരുന്നു മാഡം. ചോദിച്ചോളൂ.
ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ഇപ്പൊ പഠിപ്പിച്ചു തന്നതിലല്ലാട്ടാ. ആ എനിക്ക് 1 വയസ്സായ മോനാണ്. അപ്പൊ അവനിക്ക് കുറച്ച് അസുഖമുള്ള കാരണം ഹോസ്പിറ്റലിലായിരുന്നു. കുറച്ച് ക്ലാസ് പെൻഡിങ് ആയിട്ട് കിടന്നിരുന്നു. ഞാൻ ഇന്നലെയാണ് രാത്രി ഇരുന്നിട്ട് 3-4 ക്ലാസ് കേട്ടു. ഇനി ജൂൺ 1 മുതൽ ഇതുവരെയുള്ള ക്ലാസ് അറ്റൻഡ് ചെയ്യാണ്ട്. അപ്പോ ഞാനിപ്പോ അറ്റൻഡ് ചെയ്ത് ഇങ്ങനെ റെക്കോർഡ് ക്ലാസ് കേട്ട് കേട്ട് ഇങ്ങനെ വരുമ്പത്തിനും എക്സാമിലേക്ക് കടക്കുവോ? അപ്പൊ എനിക്ക് എക്സാം എഴുതാൻ പറ്റുമോ? എക്സാം അല്ല, ഇപ്പൊ ഒരു 1 വീക്കിന്റെ ആണോ ഒരു ഗ്യാപ്പ് വന്നിരിക്കുന്നത്? 1 വീക്കിന്റെ ആണ് അല്ലെ? എല്ലാ ക്ലാസ്സുകളും 1 വീക്കിൽ പോയിട്ടുണ്ട് ഓരോ ടീച്ചേഴ്സിന്റെ, അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? അതെ, എനിക്കിപ്പോ മൊത്തം 14 ക്ലാസ് 2 വീക്കിന്റെ ക്ലാസ് റെക്കോർഡ്. ഓക്കെ. അപ്പൊ ചെയ്യാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാ, ടൈം കിട്ടുന്നത് പോലെ, എനിക്കറിയാം നിങ്ങൾക്ക് ടൈം ഇപ്പൊ ഈ ക്ലാസ്സുകൾ എല്ലാം കൂടി ടൈം കിട്ടുമെന്ന് അറിയില്ല, പക്ഷെ നമുക്ക് അത് ചെയ്യാണ്ട് നിവൃത്തിയില്ലല്ലോ. എന്ത് ചെയ്യാ, അറ്റൻഡ് ചെയ്യണ്ട്. ഇനിയിപ്പോ എക്സാം ഈ 2 മൊഡ്യൂളിന്റെ എക്സാം ഇനി ഏത് മാസമായിട്ടാ വരിക? നമുക്ക് എക്സാമിന് അത് ഷെഡ്യൂൾ ചെയ്തിട്ടില്ലാടാ. നമുക്കത് കറക്റ്റ് ആയിട്ട് ഇത് എന്നാണെന്ന് വെച്ചാൽ ഡേറ്റ് ഡിസൈൻ ചെയ്തിട്ടില്ല. നമുക്ക് നേരത്തെ ഇൻഫോം ചെയ്യും കേട്ടോ. അപ്പോ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെക്കോർഡ് ക്ലാസ് ടൈം കിട്ടുന്നത് പോലെ കാണും. മോക്ക് ടെസ്റ്റുകൾ കിട്ടുന്നില്ലേ ഓരോ ക്ലാസ്സിന്റെ? ആ മോക്ക് ടെസ്റ്റ് കൃത്യമായിട്ടൊന്ന് അറ്റൻഡ് ചെയ്യും കേട്ടോ. നമ്മൾ വായിച്ചിട്ട് നിങ്ങൾക്ക് തരുന്ന ഈ മോക്ക് ടെസ്റ്റ് ഇതൊക്കെ തന്നെയായിരിക്കും മിക്കപ്പോഴും ഈ റിപ്പീറ്റ് ചെയ്ത് മെയിൻ എക്സാമിന്റെ മോഡലിലൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുള്ളത്. സോ മോക്ക് ടെസ്റ്റുകൾ നല്ല രീതിയിലൊന്ന് ചെയ്യാം. പിന്നെ എന്ത് ചെയ്യണം, റെക്കോർഡ് ക്ലാസ് കാണാം. ദെൻ പ്രിന്റഡ് നോട്ട് ഉണ്ടോ കയ്യിൽ എല്ലാത്തിന്റെയും? പ്രിന്റഡ് നോട്ട് ഉണ്ടോ കയ്യില്? കയ്യിലുണ്ട് നോട്ട്. അപ്പൊ പ്രിന്റഡ് നോട്ട് ഉണ്ടെങ്കിലേ റെക്കോർഡ് ക്ലാസ്സും കാണാം. എന്നിട്ട് ദെൻ എന്ത് ചെയ്യാം, ആ ക്ലാസ്സിന്റെ പ്രിന്റഡ് നോട്ട് ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഒന്ന് സ്വയം വായിച്ച് ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നതൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് അണ്ടർലൈൻ ഒക്കെ ചെയ്ത് ഇതിന്റെ ഒപ്പം തന്നെ അതും മാക്സിമം ഒന്ന് ഒരു കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടി ഒന്ന് ശ്രമിക്കണം കേട്ടോ. കുഴപ്പമില്ല, ബുദ്ധിമുട്ടാണെന്ന് അറിയാം, കുഴപ്പമില്ല എങ്കിലും ശ്രമിക്കണം. കാരണം നമ്മള് എക്സാമിന് പാസ്സാവട്ടെ എന്തായാലും. ഇതെല്ലാം കവർ ചെയ്താലേ പാസ്സാവാൻ പറ്റുള്ളൂ. ഇത്ര ക്ലാസ് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇപ്പടുത്ത് ഉണ്ടാവില്ലല്ലോ, ഞാൻ അപ്പത്തിനും എത്താച്ചിട്ടാ. ഓക്കെ, അപ്പൊ ഇതുവരെയുള്ള ക്ലാസ്സുകൾ പറ്റുന്ന പോലെയൊക്കെ റെക്കോർഡ് ക്ലാസ് കാണാം. പിന്നെ എന്താ മോക്ക് ടെസ്റ്റുകളും കാണാം. എന്നിട്ട് സമയം കിട്ടുന്നത് പോലെ എന്ത് ചെയ്യാം, കോപ്പി വെച്ചിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ മിസ്. നമുക്ക് ഓഗസ്റ്റിൽ പരീക്ഷ കാണുമെന്ന് പറഞ്ഞു. 60 മാർക്കിന്. അപ്പം 60 മാർക്കിന് പരീക്ഷ കാണും മേഡം ഓഗസ്റ്റില്? എന്താണ് പിന്നെ ക്ലിയർ ആയില്ല? ഓഗസ്റ്റില് നമുക്ക് ഓഗസ്റ്റില് 60 മാർക്ക് പരീക്ഷ കാണുമെന്ന് പറയുന്നു, അത് കാണുമോ മേഡം? പരീക്ഷ ഓഗസ്റ്റിലാണോ വരുന്നത്? അതാണോ നിങ്ങൾക്ക് അതെ മേഡം. എക്സാമിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇൻഫോർമേഷൻ തരും കേട്ടോ. എന്തായാലും പെട്ടെന്നൊന്നും തലേദിവസം വന്ന എക്സാം ആണെന്നൊന്നും ഒരിക്കലും പറയില്ല കേട്ടോ. അധികം മുന്നിൽ നമ്മുടെ പോർഷൻസ് ഒക്കെ കവർ ചെയ്യണ്ടേ. പെട്ടെന്ന് എക്സാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സമ്മതിക്കോ? നിങ്ങൾക്ക് ഇതൊന്നും എടുത്തിട്ടില്ല എന്നല്ലേ നിങ്ങൾ പറയുള്ളൂ. സോ നമ്മളുടെ പോർഷൻസ് ഒക്കെ കവർ ചെയ്തിട്ട് എക്സാമിന്റെ ടൈം ആവുമ്പോഴേക്കും ഇൻഫോർമേഷൻ തരും കേട്ടോ. ഓക്കെ ബിനോയ്? ഓക്കെ, താങ്ക് യു. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതുവരെ നമ്മളിപ്പോ എടുത്തത്ര പക്കയായിട്ട് പഠിച്ചിട്ട് മന്നം പഠിക്കാനല്ല, അറ്റ്ലീസ്റ്റ് വായിച്ചെങ്കിലും നോക്കണം കേട്ടോ. ഓക്കെ, Thank you, ma'am. Thank you, ma'am. താങ്ക് യു മാം.